എൻ്റെ താലി. കഥ അവതരണം തുമ്പി. പാർട്ട് 12. ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനാ സ്റ്റോറിയിലേക്ക് പോയാലോ. ബസ്സിൻ്റെ ജനൽ കാഴ്ചകളിലൂടെ പുറത്തെ ലോകം അതിവേഗം പിന്നിലേക്ക് മറിയുകയായിരുന്നു. പക്ഷേ രേണുവിൻ്റെ മനസ്സ് ആ പഴയ റോഡരികിൽ തറഞ്ഞു നിന്നു. രാവിലെ കണ്ട ആ മിന്നായം അത് ആദിയായിരുന്നോ? ആയിരിക്കാം. ഓർമ്മകളുടെ അറകളിൽ പൂട്ടിയിട്ട ആ വെള്ളാരം കണ്ണുകൾ വീണ്ടും തനിക്ക് മുന്നിൽ തെളിഞ്ഞതാണോ? അതോ ഇനി തൻ്റെ മനസ്സിൻ്റെ വെറും തോന്നലോ? പുതിയ പുലരിയിലെ പോരാട്ടം. ലക്ഷ്മി ചേച്ചിയിലെ ടെക്സ്റ്റൈൽസിലെ അക്കൗണ്ട് സെക്ഷനിൽ കണക്കുകളുടെ ലോകത്തായിരുന്നു രേണു. ഓരോ അക്കങ്ങളും കൂട്ടിമുട്ടുമ്പോൾ അവൾ സ്വന്തം ജീവിതത്തിൻ്റെ നീക്കിബാക്കി കൂടി നോക്കുന്നുണ്ടായിരുന്നു. സ്നേഹിച്ചവരും കൂടെ പിറന്നവരും ചതിച്ചപ്പോൾ ബാക്കിയായത് ഈ കണക്ക് പുസ്തകവും വീട്ടിൽ കാത്തിരിക്കുന്ന അച്ചുമോൻ്റെ ചിരിയും മാത്രമാണ്. ജോലി തിരക്കിനിടയിലും അവളുടെ ഉള്ളിൽ ലക്ഷ്മി ചേച്ചിയുടെ വാക്കുകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. രേണുവേ, നീ വെറുമൊരു പെണ്ണല്ല, ഒരു അമ്മയാണ്. തോറ്റുകൊടുക്കാൻ പാടില്ല. അതെ, താലി ഒഴിഞ്ഞ ആ കഴുത്തിൽ ഇപ്പോൾ അഭിമാനത്തിൻ്റെ ഒരു തിളക്കമുണ്ട്. താൻ ആരുടെയും ഔദാര്യമല്ലെന്ന് അവൾ ഉറപ്പിച്ചു. കനൽ മൂടിയ ജീവിതം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ആകാശം ചെമന്നു തുടങ്ങിയിരുന്നു. പെയ്തൊഴിഞ്ഞ മഴയുടെ ഈർപ്പം കാറ്റിലുമുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവിടേക്ക് കറുത്ത നിറത്തിലുള്ള ഒരു കാർ വന്നു നിന്നത്. രേണു മെല്ലെ അകത്തേക്കൊന്ന് നോക്കി. അവളുടെ ഹൃദയം വല്ലാതെ ഇടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കാറിൻ്റെ ഗ്ലാസ് പതുക്കെ താഴ്ന്നു. അകത്തിരുന്ന് ആ പഴയ വെള്ളാരം കണ്ണുകൾ അവളെ ഒന്ന് തഴുകി. കാലം ഒത്തിരി മാറിയിരിക്കുന്നു. തൻ്റെ ആദിയും പണ്ട് കോളേജ് വരാന്തയിൽ കണ്ട ആ കുസൃതിക്കാരൻ പയ്യനല്ല ഇന്ന് അവളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. പക്വതയാർന്ന മുഖം, പക്ഷേ ആ കണ്ണുകളിലെ തിളക്കം ഇപ്പോഴും അതുപോലെ തന്നെ. അതുമാത്രം മാറിയിട്ടില്ല. രേണു. ആ വിളി അവളുടെ പേരിനേക്കാൾ ഉപരി ഒരു തേങ്ങലായി അവൾക്ക് തോന്നി. വർഷങ്ങൾക്ക് ശേഷം ആ സ്വരം അവളുടെ കാതിൽ പതിഞ്ഞപ്പോൾ അവൾ അറിയാതെ ഒന്ന് വിറച്ചു. ആദി. മഴ പെയ്യാൻ തുടങ്ങുന്നു അപ്പോഴേക്കും. അപ്പോൾ ആദി പറഞ്ഞു, വരൂ, ഞാൻ വിടാം. ആദിയുടെ വാക്കുകളിൽ പഴയ അതേ അധികാരവും അതിലേറെ കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു. രേണു ആദ്യം തെല്ലൊന്നും മടിച്ചെങ്കിലും അവൾ ആ കാറിൽ കയറുകയായിരുന്നു. കാറിലിരിക്കുമ്പോൾ നഷ്ടബോധത്തിൻ്റെ നീറ്റൽ രേണുവിൻ്റെ ഉള്ളിൽ. പഴയ ആ കത്തിലെ വരികൾ തെളിഞ്ഞു വന്നു. നീ ഇല്ലാതെ ഒരു ദിവസം ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ തിരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. രേണുവിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എല്ലാം അവളുടെ വീട്ടുകാരായിട്ട് ഉറപ്പിച്ച് വിവാഹം കഴിപ്പിച്ച് വിട്ടതല്ലേ. താൻ കെട്ടിപ്പടുത്ത ജീവിതം വെറും ചതിക്കുഴിയായിരുന്നു. അത് ആദിയോട് എങ്ങനെ പറയും? സുധിയേട്ടനും തൻ്റെ അനിയത്തി രേഖയും കൂടി തന്നോട് ചെയ്ത ക്രൂരതകൾ ആദിയോട് തനിക്ക് പറയാൻ സാധിക്കുമോ? ആദിയുടെ ചോദ്യങ്ങൾക്കൊക്കെ അവൾ മൗനം പാലിച്ചു. പക്ഷേ ആ നിശബ്ദതയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. കാർ അവളുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ ആദി പറഞ്ഞു, രേണു, നീ തനിച്ചല്ലെന്ന് ഓർക്കണം. നിന്റെ കണ്ണിലെ വെളിച്ചമണയാൻ ഞാൻ സമ്മതിക്കില്ല. രേണു അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ അവളോടുള്ള സ്നേഹവും കരുതലുമുണ്ടായിരുന്നു. ഒപ്പം എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തിരിച്ചു കിട്ടിയ ആശ്വാസവും. കാർ പോയി കഴിഞ്ഞപ്പോൾ വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുന്ന സുധിയെ കണ്ട് അവളൊന്ന് ഞെട്ടി. അവൻ്റെ മുഖത്ത് പരിഹാസവും ദേഷ്യവും കലർന്നൊരു ഭാവമായിരുന്നു. ഓ, ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴേക്കും പുതിയ ആളെ കിട്ടിയോ നിനക്ക്? സുധിയുടെ വാക്കുകൾ ഒരു മുള്ളുപോലെ അവളുടെ ഉള്ളിൽ തറച്ചു. പക്ഷേ ഇന്ന് രേണു പഴയ ആ രേണുവല്ല. അവൾ തല ഉയർത്തി നിന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നില്ല, കനലായിരുന്നു. ആദിയുടെ കാർ ആ വഴിത്തിരിവിൽ മറയുന്നത് നോക്കി നിൽക്കുമ്പോൾ രേണുവിൻ്റെ മനസ്സിൽ ഒരു നീണ്ട വേനലിന് ശേഷം പെയ്ത ആദ്യ മഴത്തുള്ളിയുടെ കുളിർമയായിരുന്നു. പണ്ട് താൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ ആ സ്നേഹം ഇത്രയും കാലമായിട്ടും മായാതെ തന്നെ കാത്തിരുന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ്.
അവളിൽ പുതിയ ഒരു വെളിച്ചം നിറച്ചു. പക്ഷേ ആ വെളിച്ചത്തെ അണയ്ക്കാനെന്നോണം വീടിൻ്റെ മതിലിനോട് ചേർന്ന് സുധി നിൽപ്പുണ്ടായിരുന്നല്ലോ. അവനൊരു കാളകൂട വിഷം പോലെ അവിടം അശുദ്ധമാക്കാൻ തയ്യാറെടുത്തിരുന്നു. വിഷം ചിതറുന്ന വാക്കുകൾ രേണുവിനെ കണ്ടതും സുധി ഒരു അശ്ലീല ചിരിയോടെ അവളുടെ മുന്നിലേക്ക് കയറി വന്നു. അവൻ്റെ കണ്ണുകളിൽ വന്യമായ ഒരു പകയുണ്ടായിരുന്നു. സുധി: ഹാ, കൊള്ളാമല്ലോ, ഡൈവേഴ്സ് കിട്ടാൻ നീ ഇത്രയും തിടുക്കം കൂട്ടിയത് ഇതിനായിരുന്നോടി. നിയമപരമായി എന്നെ ഒഴിവാക്കാൻ നോക്കിയിരുന്നത് പഴയ ഇരയെ വീണ്ടും വലയിടാനല്ലേ? ആ കാറിൽ നിന്നെ കൊണ്ടാക്കാൻ വന്നവൻ നിന്റെ പഴയ ഏതോ ഇടപാടുകാരനാണെന്ന് എനിക്ക് മനസ്സിലായി. അവനെ കാണാൻ വേണ്ടിയായിരുന്നോ നിന്റെ ഈ ജോലിക്ക് പോകലെന്ന നാടകം? ശരീരത്തിൽ അഴുക്ക് പുരണ്ട പോലെ രേണുവിന് തോന്നി. പക്ഷേ അവൾ തളർന്നില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കി ആത്മാഭിമാനത്തോടെ അവൾ മറുപടി പറഞ്ഞു: സുധിയേട്ടാ, നമ്മൾ തമ്മിലുള്ള ബന്ധം ആ കോടതി മുറിയിൽ അവസാനിച്ചതാണ്. അന്ന് ആ നിയമം എഴുതിച്ചേർത്ത കടലാസിനേക്കാൾ വില പോലും ഇന്നെനിക്ക് നിങ്ങളുടെ വാക്കുകൾക്കില്ല. എൻ്റെ ജീവിതത്തിൽ ആര് വരുന്നു, ആരെന്നെ യാത്രയാക്കുന്നു എന്നത് ഇന്നു മുതൽ എൻ്റെ മാത്രം തീരുമാനമാണ്. നിങ്ങൾ ഉപേക്ഷിച്ചവൾ തെരുവിലോ അതോ മറ്റൊരാളുടെ തണലിലോ എന്ന് തിരക്കാൻ നിങ്ങൾക്ക് എന്തധികാരമാണുള്ളത്? രേണുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സുധി ഒന്ന് തരിച്ചു നിന്നു. അവൾ വീണ്ടും തുടർന്നു: സ്വന്തം അനിയത്തിയെ കൂടെ താമസിപ്പിക്കാൻ തനിക്ക് മടിയില്ലായിരുന്നല്ലോ. അങ്ങനെയുള്ള നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാൻ എന്ത് അധികാരമാണുള്ളത്? ഇത്രയും നാൾ എനിക്ക് നിങ്ങളോട് എൻ്റെ മകൻ്റെ അച്ഛൻ എന്ന ഒരു ബഹുമാനമുണ്ടായിരുന്നു. എന്നാൽ ഇതോടുകൂടി ഇപ്പോൾ നിങ്ങൾ അതും കളഞ്ഞു കുളിച്ചിരിക്കുന്നു. ഇനിയും നിങ്ങൾ എന്നെ കുത്തി നോവിക്കുകയോ എനിക്കെതിരെ ഒരു വാക്ക് പറയുകയോ ചെയ്താൽ അത് നിങ്ങളുടെ നാശത്തിൻ്റെ തുടക്കമായിരിക്കുമെന്നും അവൾ കൂട്ടിച്ചേർത്തു. അത്രയും കടുപ്പത്തിലുള്ള രേണുവിൻ്റെ വാക്കുകൾ കേട്ടതും സുധി പല്ല് ഞെരിച്ചു. ഇത്രയും കാലം തന്നെ പേടിച്ചിരുന്നവർ ഇപ്പോൾ തൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിന്റെ ഈ അഹങ്കാരം ഞാൻ അധികകാലം വെച്ച് പൊറുപ്പിക്കില്ല രേണു, സുധി അവളോട് പറഞ്ഞു. നിന്നെയും നിന്റെ കാമുകനെയും ഞാൻ ഈ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും അകത്തു നിന്നും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ രേണു അകത്തേക്ക് കയറിപ്പോയി. മോനെ കണ്ടപ്പോൾ അവളുടെ ഹൃദയത്തിലെ ഭാരമെല്ലാം തണുത്തു. അകത്തെ മുറിയിൽ നിന്നും ജനാലയുടെ വെളിയിലേക്ക് നോക്കിയപ്പോൾ ആ വെള്ളാരം കണ്ണുകൾ വീണ്ടും രേണുവിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. തന്നെ സ്നേഹിക്കാൻ ഇപ്പോഴും ഒരാൾ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ, ഒരു കരുത്ത് അവൾക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. ഈ സ്റ്റോറി തുടരും. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് തരാനും മറക്കല്ലേ. ഈ സ്റ്റോറിയുടെ അടുത്ത ഭാഗവുമായി കാണുന്നതുവരെയും ബൈ ബൈ. എൻ്റെ താലി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് മീ.